अनेक जन्म संप्राप्त कर्म बंध विदाहिने ज्ञानानल प्रभावेन तस्मै श्री गुरवे नमः. സൂര്യസുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മഹാഗുരുവിൻ്റെ പാദകമലങ്ങളിൽ പ്രണാമം. അസത്യദർശനത്തിൻ്റെ 9-ാം ശ്ലോകത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അസത്യദർശനം ഉപസംഹാര പ്രക്രിയയുടെ അടുത്ത് എത്തുകയാണ് നാം. മായ കൊണ്ടുണ്ടാകുന്ന പ്രതീതി, മായയായ സത്യം, ഇതൊക്കെ ഏത് എന്ന് തിരിച്ചറിയുന്നതിന് വിവേകം വേണം. മായാശക്തിയുടെ പ്രതീതിയും അതുപോലെ തന്നെ ആ മായ കാണിക്കുന്ന മായി, ആ മായയായ സത്യമേത് എന്നൊക്കെ വ്യക്തമായി തിരിച്ചറിയുന്നതിന് വിവേകം വേണം. ആ വിവേകമില്ലാത്തപ്പോഴാണ് മായയിൽപ്പെട്ട് നമ്മൾ കുഴങ്ങിപ്പോകുന്നത്. ജീവിതം ദുഃഖമയമാണെന്ന് തോന്നുന്നത്. ഇക്കാര്യമാണ് ഗുരു 9-ാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. 9-ാം ശ്ലോകം: വിഭാതി വിശ്വം വൃദ്ധസ്യ വിയദ്വനമിവാത്മനി അസത്യം പുത്രികാരൂപം ബാലസ്യേവ വിപര്യം. വളരെ ലളിതമായ ഉദാഹരണത്തിലൂടെ അതീവ ലളിതമായി ഒരു മഹത്തത്വം ഗുരു നമ്മുടെ മുന്നിൽ വെച്ച് തരികയാണ്. ഇതിൽ പദച്ഛേദം വിഭാതി വിശ്വം വൃദ്ധസ്യ, ഇതെല്ലാം സമസ്ത പദങ്ങൾ തന്നെയാണ്. വിയദ്വനമിവാത്മനി, അവിടെ നമുക്ക് പദച്ഛേദം ചെയ്യേണ്ടതുണ്ട്. വിയദ്വനം ഇവ ആത്മനി. ഇവ എന്ന ശബ്ദം നമുക്ക് നല്ല പരിചയമാണ്. ദർശനമാല തുടങ്ങിയ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഉപമാവാചക ശബ്ദങ്ങൾ ഏറെ. വിയദ്വനം ഇവ ആത്മനി. അസത്യം പുത്രികാരൂപം ബാലസ്യേവ, അവിടെ പിരിക്കണം. ബാലസ്യ അധികം ഇവ, ബാലസ്യേവ വിപര്യം. 2 ഉപമാവാചക ശബ്ദങ്ങൾ ഈ മന്ത്രത്തിൽ ഗുരു പ്രയോഗിച്ചിട്ടുണ്ട്. പോലെ ഇതെല്ലാം ലളിതമായ ഉദാഹരണങ്ങൾ തന്നുകൊണ്ട് വലിയൊരു തത്വത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ എത്തിക്കുകയാണ്. നോക്കൂ, ഇതിൻ്റെ പദാനുപദാർത്ഥവും അതിൻ്റെ ഗദ്യരൂപവും ചിന്തിക്കുമ്പോൾ വിശ്വം, ഈ പ്രപഞ്ചം, വൃദ്ധസ്യ ജ്ഞാനവൃദ്ധന്. ഇവിടെ വൃദ്ധസ്യ എന്നുള്ളത് ഒരു പദത്തിന്റെ ഷഷ്ഠി വിഭക്തിയുടെ രൂപമാണ്. വിഭക്തികൾ പദങ്ങളോടുകൂടെ ചേരുമ്പോൾ അതിന്റെ അർത്ഥത്തിന് മാറ്റം സംഭവിക്കുമല്ലോ. ബാലസ്യ, വൃദ്ധസ്യ എന്നൊക്കെ ആ അതാത് വൃദ്ധ ശബ്ദത്തിന്റെ ഷഷ്ഠി വിഭക്തി ഏകവചനമാണ് വൃദ്ധസ്യ. അതുപോലെ ബാലശബ്ദത്തിന്റെ ഷഷ്ഠി ഏകവചനമാണ് ബാലസ്യ. ബാലന്, ബാലന്റെ എന്നൊക്കെ അർത്ഥം പറയാം. ഇവിടെ വൃദ്ധന് അല്ലെങ്കിൽ ബാലന് എന്ന അർത്ഥമാണ് വരുന്നത്. അവിടെ വൃദ്ധസ്യ എന്ന് വെച്ചാൽ ഒരു ജ്ഞാനവൃദ്ധന്, വിവേകിക്ക്. വിയദ്വനമിവ, വിയത്ത് എന്ന് പറഞ്ഞ ആകാശം. ഈ പദങ്ങളൊക്കെ ഗുരുവിന്റെ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പലയിടത്തും ഇതെല്ലാം കാണാം. വിയത്ത്, വിയദ്വനം ഇവ, ആകാശത്തിൽ കൽപ്പിതമായ വനം പോലെ, ആകാശത്തിലെ കാട് പോലെ. വിഭാതി, പ്രകാശിക്കുന്നു.
അസത്യം പുത്രികാരൂപം. അസത്യം, അസത്യമായ, അതായത് നിർജീവമായ പുത്രികാരൂപം, പാവ, ചിത്രപ്രതിമ എന്നൊക്കെ പറയാം. നിർജീവമായ ഒരു പാവ ബാലസ്യ, കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർജീവമായ ഒരു പാവ ഒരു പറയാണ് വിപര്യം, വിപരീതമായിട്ട് കാണുന്നു, സത്യമായിട്ട് കാണുന്നു. അതായത് ജീവനില്ലാത്ത പാവയ്ക്ക് ജീവൻ ഉള്ളതുപോലെ തെറ്റായി തോന്നുന്നു. അതാണ് വിപര്യം എന്ന് പറഞ്ഞ, തെറ്റായി മനസ്സിലാക്കുന്നു. ആരാണ്? കൊച്ചുകുട്ടി. ഇതാണ് ഇതിന്റെ ഗദ്യരൂപം. വിശ്വം വൃദ്ധസ്യ വിയദ്വനമിവ വിഭാതി, അസത്യം പുത്രികാരൂപം ബാലസ്യ വിപര്യം ഇവ എന്ന് ഗുരു പറയുന്നു. ഇവിടെ ഇതിന്റെ സാരാംശം, സത്യം കാണുന്നയാൾക്ക്, അതായത് വിവേകിക്ക്, ഒരു ജ്ഞാനവൃദ്ധന്, അറിവിന്റെ വൃദ്ധി കൊണ്ട് വൃദ്ധനായവന് ഈ പ്രപഞ്ചം ആത്മാവിൽ കൽപ്പിതമായ, അതായത് ആകാശത്തിൽ കൽപ്പിതമായ, എല്ലാം ആത്മാവിലാണ് പ്രതീതമാകുന്നത്. അത് ആകാശത്തിൽ കൽപ്പിതമായ വനം പോലെ പ്രകാശിക്കുന്നു ജ്ഞാനവൃദ്ധന്. ആത്മാവിൽ കൽപ്പിതമായി വിശേഷ രൂപങ്ങളോടുകൂടി ഭാസിക്കുന്നതായി തോന്നുന്നു ഈ പ്രപഞ്ചം. അസത്യമായ പാവ കണ്ടാല്, അതായത് ജീവനില്ലാത്ത പാവ കണ്ടാല് കൊച്ചുകുട്ടികൾ അതിനെ ജീവനുള്ള കുഞ്ഞായി കണക്കാക്കുന്നത് പോലെ എന്ന് പറയാണ്. ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ജ്ഞാനവൃദ്ധനായ ഒരാൾ കണ്ടത് എന്നും, ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ അജ്ഞനായ ഒരാൾ, ഒരു അവിവേകി എങ്ങനെയാണ് പ്രപഞ്ചത്തെ കാണുന്നത് എന്നും ഗുരു പറഞ്ഞു തരികയാണ്. അസത്യമായ പാവ ബാലന് സത്യമായി തോന്നുന്നത് പോലെയാണ് അവിവേകിക്ക് പ്രപഞ്ചം. കൃതി വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഗുരു പല പല ദൃഷ്ടാന്തങ്ങളാൽ ഈ കാണുന്നത് അസത്യ ദർശനമാണ്, ഇതൊന്നും സത്യമല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഗുരു 9-ാം ശ്ലോകത്തിലൂടെ. മാംസചക്ഷുസായ, വെളിയിൽ കാണുന്നത് മാത്രം സത്യമെന്ന് കരുതി ജീവിക്കുന്ന പ്രാപഞ്ചികന് ഒരിക്കലും സത്യം തെളിയുകയേയില്ല. ഒരു ദാർശനികന് കാണുന്നതിലെല്ലാം തന്റെ അനുഭവത്തിനെയാണ് സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ദാർശനികൻ ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല. നേരെ മറിച്ച് ഒരു ലൗകികൻ സത്യമറിയാതെ ഇതിൽ ഭ്രമിച്ച് നടക്കുന്നു. മുൻ ശ്ലോകങ്ങളിൽ ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്ന ജാലവിദ്യ, കാണുന്നിടം വരെ അത് സത്യമാണെന്ന് നാം കരുതി പരിപാടിയൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് ഇന്ദ്രജാലക്കാരൻ മാത്രമാണ്. ഇന്ദ്രജാലക്കാരൻ മാത്രമാണ് അവിടെ ഉണ്ടാകുക. ആത്മാവിന്റെ ശക്തിയാണ് ഈ മായ. ഈ മായ ഭിന്ന രൂപങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നു എന്നേ ഉള്ളൂ. വെറും മായക്കാഴ്ചയാണ് ഈ പ്രപഞ്ചം. വളരെ വ്യക്തമായി ചിന്തിക്കൂ. ഒരു മൺപാത്രം ഉണ്ടാക്കാൻ മണ്ണ് വേണം. ആ മണ്ണുപയോഗിച്ച് പാത്രം നിർമ്മിക്കുന്ന കുശവനിൽ നിന്നും തികച്ചും ഭിന്നമാണ് മണ്ണ്. അതുപോലെ അല്ല ഇവിടെ. ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല ബ്രഹ്മശക്തിയായ മായ. ഇതിപ്പോ ഈ ഉദാഹരണം ഇവിടെ പറഞ്ഞത് മാറി നിന്നുകൊണ്ട് നാം തിരയുമ്പോൾ, നാം ഒരു വ്യക്തിയായി മാറി നിന്നുകൊണ്ട് നാം തിരയുമ്പോൾ നമുക്ക്
സത്യം അനുഭവിക്കാനാവില്ല. തത്വമസി എന്ന ലയനത്തിൽ വന്നവന് മനസ്സുകൊണ്ട് ചിന്തിച്ചെടുക്കാം, ഞാൻ എന്നിൽ തന്നെ സത്യത്തെ തിരയണം എന്നാണ് പറയുന്നത്. തിരഞ്ഞു തേറിടേണം. മാറി നിന്ന് നോക്കാൻ സാധ്യമല്ല. മാറി നിന്ന് കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആധ്യാത്മികതയിൽ ഉയർച്ച വരാത്തത്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും എന്ന് ഗുരു ഈശാവാസി ഉപനിഷത്ത് തർജ്ജമയിൽ പറഞ്ഞിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ എത്ര ലളിതമായ ഉദാഹരണമാണ് ഗുരു പറയുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. ഭഗവാൻ എങ്ങനെ ഇത്ര ലളിതമായി ഒരു വലിയ തത്വം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ. ദർശനമാല എന്ന് കേൾക്കുമ്പോൾ നിഗൂഢമായ എന്തോ ദാർശനിക തത്വം ഉൾക്കൊള്ളുന്ന കൃതി, സംസ്കൃതം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്നവർ ഓർക്കുക, എത്ര ലളിതമാണ് ഇതിലെ ഭാഷ. ഒരു കൊച്ചു കുഞ്ഞിനോട് പറയുന്നത് പോലെയാണ് ഭഗവാൻ നമ്മോട് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. വച്ചിരിക്കുന്ന ഉദാഹരണം ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും മനസ്സിലാകുന്നതാണ്. സാധാരണ ലൗകികന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാണിത്. അസത്യമായ ഈ പ്രപഞ്ചത്തെ വിവിധ വീക്ഷണ മണ്ഡലങ്ങളിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ദർശിക്കപ്പെടുന്നതെന്ന് വിവരിക്കുകയാണ് ഗുരു. പലതരത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ ഗുരു നമ്മെ കൊണ്ടുപോയി. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇന്ദ്രജാലക്കാരന്റെ സിദ്ധിവിശേഷം വരെയൊക്കെ എത്തി. ഇനി അസത്യ ദർശനത്തിന്റെ ഉപസംഹാര പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ 9-ാം ശ്ലോകത്തിലൂടെ വീണ്ടും സത്യ അസത്യദർശികളെ വേർതിരിച്ചു കാണിക്കുന്നു ഗുരുദേവൻ. കുട്ടി കാണുന്ന സത്യം വൃദ്ധാവസ്ഥയിലുള്ള ഒരുവന് അസത്യം തന്നെ. വൃദ്ധസ്യ വിശ്വം ആത്മനി വിയദ്വനമിവ വിഭാതി എന്നാണ് ഗുരു പറഞ്ഞത്. വിഭാതി വിശ്വം വൃദ്ധസ്യ വിയദ്വനമിവാത്മനി. വൃദ്ധസ്യ വിശ്വം ആത്മനി വിയദ്വനമിവ വിഭാതി. ജ്ഞാനവൃദ്ധന് ഈ പ്രപഞ്ചം ആത്മാവിൽ ആകാശത്തിലെ കാട് പോലെ പ്രകാശിക്കുന്നു. കാരണം ആകാശത്തിൽ കാടുണ്ടാവുക സാധ്യമല്ല. ആകാശം എങ്ങനെയാണ് കാടിനെ ഉണ്ടാക്കുക? കാട് ആകാശത്തിൽ ഉണ്ടാവില്ല. അത് ഭൂമിയിൽ കാണുന്നതാണ്. സസ്യങ്ങളാൽ നിറഞ്ഞ വൃക്ഷനിബിഡമായ പ്രദേശമാണ് കാട്. അതെങ്ങനെ ആകാശത്തിൽ കാണും? അപ്പോൾ സത്യത്തിൽ അതില്ലാത്തതാണ്. ആകാശത്തിലെ കാട് ഇല്ലാത്തതാണ്. സത്യം കാണുന്നയാൾക്ക് ഈ പ്രപഞ്ചം കാണുമ്പോഴറിയാം, ആകാശത്തിലെ കാട് പോലെ ഇതെല്ലാം ഇല്ലാത്തതാണ് എന്ന്. അത്രയും അതിൻ്റെ ഇല്ലായ്മയാണ് ഗുരു പറയുന്നത്. ആ ഉദാഹരണം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഈ പ്രപഞ്ചം എത്ര നശ്വരമാണ് എന്ന്. പിന്നെ ഈ പുറം ലോകത്ത് കാണുന്നതിനെയെല്ലാം വിശ്വസിക്കുന്നത് എന്തിന്? ഇവിടെ അങ്ങ് വ്യവഹരിച്ചാൽ പോരെ നമുക്ക്. ഇവിടെ ഒരു ദാർശനികന്, ജ്ഞാനവൃദ്ധന് സത്യമറിഞ്ഞാലും വ്യവഹരിക്കാതിരിക്കാൻ സാധ്യമല്ല. അവൻ ഈ പ്രപഞ്ചത്തില് വ്യവഹരിക്കുന്നുണ്ട്. ഒരു സാധാരണ ലൗകികനെ പോലെ തന്നെ ഇവിടെ വ്യവഹരിക്കാതിരിക്കാൻ സാധ്യമല്ല സത്യദർശിക്ക്. അങ്ങനെ സത്യദർശിയായ ഒരുവൻ നോക്കുന്ന പ്രപഞ്ചത്തിന്റെ അവസ്ഥയാണ് ഗുരു പറഞ്ഞു തരുന്നത്. ഇത് ഗുരു തന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ കണ്ടത് എന്ന് ഗുരു പറയുന്നതാണ്. അനുഭവിയാതറിവീല
ഭഗവാന്റെ അനുഭവമാണ് വാക്കുകളിലൂടെ, മന്ത്രാക്ഷരങ്ങളിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. എത്ര ആനന്ദത്തോടു കൂടിയാണ് ഭഗവാൻ ഇവിടെ ഇരുന്നത്. ആ തിരുസന്നിധിയിൽ ആർക്കെങ്കിലും പരസ്പര വൈരമോ ശത്രുതയോ ഉണ്ടായിരുന്നോ? ഏതെല്ലാം വിഭാഗം ആളുകളോടാണ് ഭഗവാൻ ഇടപഴകിയത്? ഇവിടെ നിരീശ്വരവാദി ഉണ്ടായിരുന്നു, വിഭിന്ന മതസ്ഥർ എന്ന് കരുതുന്ന ആളുകളുണ്ടായിരുന്നു, പല പല വീക്ഷണകോണുകളിലൂടെ ലോകത്തെ നോക്കി കാണുന്നവരുണ്ടായിരുന്നു, വാദപ്രതിവാദങ്ങളുമായി എത്തുന്നവരുണ്ടായിരുന്നു. എല്ലാറ്റിനെയും ഭഗവാൻ ഒരേ ദൃഷ്ടിയോടെ, ഒരേ ബോധത്തോടെ എല്ലാവരോടും ഭഗവാൻ ഇടപഴകി. ആ ഒരവസ്ഥയാണ് നമുക്കും ഗുരു 9-ാം ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഈ ജ്ഞാനവല്ലരിയെല്ലാം പഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ പരമഹംസൻ ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത് എന്ന് കൂടി ചിന്തിച്ചു പോകണം. സത്യം കാണുന്നവർക്ക് ഇവിടെ ഒരു ഭയവും വേണ്ട. ആകാശത്തിലെ കാടുപോലെ, അതായത് വിയധ്വനമിവ എന്നാണ് ഗുരു ശ്ലോകത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ആകാശത്തിലെ കാടുപോലെ ഇല്ലാത്തതാണെന്ന് അറിഞ്ഞ് ഇവിടെ സഞ്ചരിക്കുന്നു സത്യം കാണുന്നവർ. ഇനി അസത്യദർശി എങ്ങനെയുള്ളതാണ് എന്ന് പറയുകയാണ് ഗുരു. അസത്യദർശി പാവയെ പുത്രിയായി കരുതുന്നു. അങ്ങനെ കരുതുന്ന ഒരു കുഞ്ഞുകുട്ടിയെ പോലെയാണ് അസത്യദർശി. കുഞ്ഞുകുട്ടിക്ക് പാവ സത്യമാണ് എന്ന് കരുതിയാണ് അതിനോട് വ്യവഹരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ പുത്രികാരൂപം എന്നാണ് ഗുരു ഉപയോഗിച്ചിരിക്കുന്നത്. അമരകോശത്തിലെ പദങ്ങള്, സംസ്കൃത പദങ്ങള്, അമരകോശം മുഴുവനും ഗുരു വളരെയധികം ജ്ഞാനമുണ്ട്, ആഴത്തിലുള്ള ജ്ഞാനമുണ്ട് അമരകോശത്തിൽ. ഗുരുവിന് എത്രയെത്ര സംസ്കൃത പദങ്ങളാണ് ഗുരു അടുക്കി വെച്ചിരിക്കുന്നത്. പുത്രികാരൂപം, ഒരു കുഞ്ഞ് കുട്ടി ഒരു പാവയെ കിട്ടിയാൽ എന്ത് ചെയ്യും? പുത്രിയെ പോലെ കളിപ്പിക്കും, അതിനെ കുളിപ്പിക്കും, പൊട്ടുകുത്തും, ആഹാരം കൊടുക്കും, വഴക്കു പറയും, ലാളിക്കും. ഇതെല്ലാം കുട്ടി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കുട്ടി കരുതുന്നത് അതിന് ജീവനുണ്ടെന്നാണ്. മുതിർന്ന ഒരാള് അത് കാണുമ്പോൾ തമാശയായി നോക്കി നിന്ന് ചിരിക്കും. അതുപോലെ ജ്ഞാനിയായ ഒരുവൻ അജ്ഞാനിയായ ഒരു ലൗകികനെ കാണുമ്പോൾ പരസ്പരം മല്ലടിച്ച് കലഹിച്ച് വഴക്കും വിദ്വേഷവും വെറുപ്പും ഒക്കെ വെച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ, കിട്ടിയിരിക്കുന്ന ജീവിതത്തെ വിഫലമാക്കുന്നത് കാണുമ്പോൾ, ഇല്ലാത്തതിനെ കുറിച്ചാണല്ലോ മല്ലടിക്കുന്നത് എന്ന തോന്നലുണ്ടാവും. അറിവില്ലാത്തവരോട് അനുകമ്പയോടെ പെരുമാറണമെന്ന് ഭഗവാൻ നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്നു. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ദീനാവസ്ഥ ഈ ലോകത്ത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അല്പം നിസ്സാരമായി ലോകത്തിനെ കാണൂ. എല്ലാ ദിവസവും നമുക്ക് ജീവിതത്തെ ആനന്ദമാക്കി തീർക്കാം. ബോധസ്വരൂപമായ ആത്മാവിൽ ജഡമായ പ്രപഞ്ചത്തിന് സ്ഥാനമേയില്ല. നമുക്ക് ശാന്തി ലഭിക്കണമെങ്കിൽ മനസ്സ് ചലിക്കാതിരിക്കണം. എല്ലാ വൈഷയികമായ അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായി എല്ലാത്തരം ഉടമാവകാശ ബോധവും അതുപോലെ തന്നെ മിഥ്യ അഹംബോധവും എല്ലാം ഉപേക്ഷിച്ചവനായി വർത്തിക്കുന്നവന് മാത്രമേ ഇവിടെ ശാന്തിയോടെ ഇരിക്കാൻ സാധ്യമാകൂ.
സ്ഥിതപ്രജ്ഞനായ സത്യദർശി എങ്ങനെയിരിക്കുന്നു എന്നാൽ സർവജീവജാലങ്ങൾക്കും രാത്രിയായിരിക്കുമ്പോൾ ആത്മസംയമനം കൈവരിച്ചവൻ ഉണർന്നിരിക്കുന്നു. ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് രാത്രിയാണ്. യാ നിശ സർവഭൂതാനാം ഭഗവത്ഗീതയുടെ വചനമാണിത്. ഇവിടെ ഗുരു പറയുന്നു, വിഭാതി വിശ്വം വൃദ്ധസ്യ വിയദ്വനമിവാത്മനി അസത്യം പുത്രികാരൂപം ബാലസ്യേവ വിപര്യേയം എന്ന്. വിശ്വം വൃദ്ധസ്യ വിയദ്വനമിവ ആത്മനി വിഭാതി എന്ന്. ജ്ഞാനികൾ ഈ ലോകത്തെ ആകാശത്തിൽ കൽപ്പിതമായ വനമെന്ന പോലെ ആത്മാവിൽ ആരോപിതമായി കാണുന്നു. അതായത് സർവവും ആത്മാകാരേണ കാണുന്നു ജ്ഞാനികള്. പ്രപഞ്ചം അസത്യമാണെന്നും അത് ആത്മാവിൽ കൽപ്പിതമാകയാൽ ആത്മാവ് മാത്രം സത്യമെന്നും ജ്ഞാനി അറിയുന്നു. അജ്ഞാനികൾക്ക് മാത്രമാണ് പ്രപഞ്ചം സത്യമായി തോന്നുന്നത്. അതിന് അതീവ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഗുരു ഇക്കാര്യം വ്യക്തമാക്കി തന്നിരിക്കുന്നു 9-ാം ശ്ലോകത്തിൽ. ലോകത്തുള്ള സകലതിനെയും ജ്ഞാനികൾ ആത്മാവിന്റെ ഭാവവും ഭാഗവും ഒക്കെ ആയിട്ടേ കാണുകയുള്ളൂ എന്ന് നമുക്കറിയാം. യഥാർത്ഥമായ ഒന്നല്ല എന്ന് കരുതി മാത്രമേ പെരുമാറുകയുള്ളൂ ലോകത്തുള്ള സകല വസ്തുക്കളോടും ഒരു ജ്ഞാനി. കാര്യങ്ങളെ തിരിച്ചറിയുന്നതിൽ പക്വത വരാത്തതിനാൽ കൊച്ചുകുട്ടികള് കയ്യിലുള്ള പാവകളോട് തങ്ങളെപ്പോലെ ജീവനുള്ളവയാണെന്ന് കരുതി സംസാരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇനി ആ കുട്ടി തന്നെ പ്രായമേറും തോറും മനസ്സിലാകും പാവകൾ ജീവനില്ലാത്ത, പ്രവർത്തന ശക്തിയില്ലാത്ത കളിപ്പാട്ടങ്ങൾ മാത്രമാണ് എന്ന്. ആത്മ അനാത്മാക്കളെ വ്യക്തമായി അറിയാത്തവർ ഈ ലോകത്തെ കുട്ടിക്കൈകളിലെ പാവകൾ എന്ന പോലെ കരുതി പ്രവർത്തിക്കുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. ഒരു കുട്ടി പാവയെ നോക്കി എത്ര സത്യമാണെന്ന് കരുതി അതിനോട് വ്യവഹരിക്കുന്നു, അതുപോലെയാണ് അറിവില്ലാത്തവൻ ഈ പ്രപഞ്ചത്തെ വ്യവഹരിക്കുന്നത്. നമ്മൾ ഈ ദർശനമാലയൊക്കെ പഠിക്കുന്നതിന് മുമ്പ്, ഗുരുവിന്റെ ദാർശനിക കൃതികൾ വിചിന്തനം ചെയ്യുന്നതിന് മുമ്പ് ഇത്ര അജ്ഞതയിലാണ് ഇരുന്നിരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സത്യമൊക്കെ അറിയാതെ നമ്മുടെ ശരീരം ഇവിടുന്ന് പോയിരുന്നെങ്കിൽ ഈ ഒരു വലിയ അറിവിലുമേറിയ അറിവിനായി നാം മറ്റേതെങ്കിലും ശരീരം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. സത്യത്തിലുള്ള ഈ യാത്രയിലെ നിങ്ങളുടെ മനസ്സ് അടങ്ങി നിശ്ചലമായി പരമമായ സത്യത്തോട് അടുക്കുവാൻ സാധ്യമാകണം ഓരോരുത്തർക്കും. അറിവ് ദൃഢമാകുന്നതോടെ ലോകം അസത്യമാണെന്ന യഥാർത്ഥ അവസ്ഥ പിടികിട്ടും. വേണ്ടാത്ത കാര്യത്തിനു വേണ്ടി എത്രയോ ദുഃഖദുരിതങ്ങളിലൂടെ നാം കടന്നുപോയി. മനസ്സിനെ എത്രയോ ക്ലേശങ്ങളിൽ പെടുത്തി നാം. അതെല്ലാം ഭൗതികത്തിൽ സംഭവിക്കുന്നതെല്ലാം നമുക്ക് വിഹിതമായിരിക്കുന്നതാണ്, അനിവാര്യമാണത്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണത്. അതൊരിക്കലും നമ്മുടെ കുഴപ്പങ്ങൾ കൊണ്ടല്ല ഈ ഭൗതികത്തിലെ ദുഃഖങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപെടുന്നത്. കർമ്മഫലമായി വന്നു ചേരുന്നതാണ്. അതിനെയെല്ലാം മോദത്തോടെ ഭഗവാൻ ഇരുന്നത് എങ്ങനെയാ? മോദത്തോടെ ഈ സത്യവും ചിന്തിച്ച് വരുന്ന ജീവിത ദുഃഖ ദുരിതങ്ങളെയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കാം. ഈ പ്രപഞ്ചം മനക്കൽപ്പിതമാണ്. അജ്ഞാനമാകുന്ന തപസ്
മനസ്സിന്റെ രൂപം കൈക്കൊണ്ട് സകലവിധമായ കൽപ്പനകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. മഹാത്ഭുതം തന്നെയാണത്. ഈ ഇന്ദ്രജാല വിദ്യ കാണിക്കുന്നത് മായയാണ്. സത്യത്തിലുള്ളത് ആത്മാവ് മാത്രം. സത്യാസത്യങ്ങളെ തിരിച്ചറിഞ്ഞ് സത്യം ഒന്നേ ഉള്ളൂ എന്നും അസത്യം മാത്രമാണ് പ്രപഞ്ചമായും ജീവിതമായും നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെയായി വെളിവായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധമുള്ളവരാണ് ജ്ഞാനികൾ. സത്യ അസത്യങ്ങളെ തിരിച്ചറിയാത്ത അജ്ഞന്മാരെ ബാലന്മാരെന്ന് വിളിച്ചു പോരാറുണ്ട്. ആ ഒരർത്ഥവും കൂടി ഗുരു ഈ ജ്ഞാനവല്ലരിയില് പറഞ്ഞു തരുന്നു. അദ്വൈത ദീപികയില് 11ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്: ജ്ഞാനിക്കു സത്തുലഭു ചിത്തു സുഖസ്വരൂപം ആനന്ദമല്ല നൃതമജ്ഞനിത പ്രകാശം കാണുന്നവന് സുഖമസ്ഥിതയാർന്ന ഭാനുമാനർക്കനന്ദനിരുളർന്നൊരു ശൂന്യവസ്തു. സത്യം കണ്ട് അനുഭവിക്കുന്നവന് പ്രപഞ്ചം സച്ചിദാനന്ദ സ്വരൂപമാണ്. അത് ബോധവും ആനന്ദവും ഘനീഭവിച്ച ഉണ്മയാണ് എന്ന് അദ്വൈത ദീപികയിൽ പറഞ്ഞു തരിക. അജ്ഞാനിയായ ലൗകികന് അഖണ്ഡബോധ സ്വരൂപം ഇടതിങ്ങി നിൽക്കുന്ന ഈ പ്രപഞ്ചം ആനന്ദമേയല്ല. അതായത് സത്യം അവന് അസത്യമാണ്. അതവന് പ്രകാശിക്കുന്നതേയില്ല. ഈ സത്യം കാണാൻ കണ്ണുള്ളവന് വ്യക്തമായി ഉണ്മയെ വെളിവാക്കി കൊടുക്കുന്ന തേജോനിധിയാണ് സൂര്യൻ. കണ്ണു വേണം അതിന്. പക്ഷെ കണ്ണില്ലാത്തവന് അതേ സൂര്യൻ ഇരുളിലാണ്ടുപോയ ശൂന്യവസ്തുവാണ്. അത്ര വ്യക്തമായി ഗുരു മഹത്തത്വങ്ങൾ പറയുന്നു ഓരോ കൃതികളിലൂടെയും. ഇവിടെ ഈ പ്രപഞ്ചത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും എന്തെല്ലാമോ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം ആത്മാവിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാവവിശേഷങ്ങളാണെന്നും അവയ്ക്കൊന്നും സ്വന്തം ഉണ്മയില്ലെന്നും അറിയുന്നവനാണ് ജ്ഞാനവൃദ്ധൻ. അതിന്റെ മറുവശമായി ബാലനെ പറയുകയാണ്: കൊച്ചു കുഞ്ഞിന്റെ കളി അവന്റെ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. അതിനാൽ അതും അനിവാര്യമാണ്. സത്യാസത്യങ്ങളെ പറ്റിയുള്ള വിചാരമൊന്നും ഇവിടെ കുഞ്ഞിനില്ല. വളർന്നു വരുമ്പോൾ കളിയിൽ നിന്ന് ചിന്തയിലേക്ക് ശ്രദ്ധ വരുമ്പോൾ അത് പാവക്കുട്ടിയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ അവന് അതിലൊരു താത്പര്യവും വയ്ക്കുന്നുമില്ല. അസത്യദർശി സത്യവസ്തുവിനെ പ്രപഞ്ചരൂപത്തിൽ കണ്ടാലും സത്യമെന്നും സത്യം തന്നെയായിരിക്കുന്നല്ലോ. അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അറിവില്ലാത്ത ഒരുവൻ ഈ സത്യവസ്തുവിനെ പ്രപഞ്ചരൂപത്തിലേക്ക് കണ്ടാലും സത്യത്തിനൊരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ലല്ലോ. കുട്ടി കണ്ട പാവയ്ക്ക് ഇവിടെ ഒരു മാറ്റവും വന്നില്ല. മാറ്റമുണ്ടായത് എവിടെയാണ്? കുട്ടിയുടെ ഉള്ളിലാണ്. അജ്ഞാനം നീങ്ങി ജ്ഞാനപ്രകാശത്താൽ ഒരു പരിവർത്തനം ഉള്ളിൽ നടക്കുക മാത്രമേ അവിടെ കുട്ടിയിൽ സംഭവിക്കുന്നുള്ളൂ, ഒരറിവില്ലാത്തവനിൽ സംഭവിക്കുന്നുള്ളൂ. ഒരു മാറ്റം, അത് സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു പരിവർത്തനം, അത് നമ്മളിൽ ഉണ്ടാകണം. ഈ സത്യാധിഷ്ഠിതമായ ഒരു പരിവർത്തനം ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് അതിലൂടെ ഭൗതിക ജീവിത ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം. അതൊക്കെയാണ് നമ്മുടെ ഈ പഠനത്തിൻ്റെ നമുക്കുണ്ടാകേണ്ട നേട്ടങ്ങൾ. പഠനത്തിലൂടെ കൈകാലിട്ടടിച്ച് തളരരുത്. ഈ ലോകത്ത് എന്തിനേയും ധീരമായി നേരിടണം.
അസത്യ ദർശനത്തിലെ 6-ാം ശ്ലോകത്തിലെ ഗുരു ഇക്കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. മരീചികാവത് പ്രാജ്ഞസ്യ ജഗദാത്മനി ഭാസതി ബാലസ്യ സത്യമിതി ച പ്രതിബിംബമിവ ഭ്രമാതെന്ന്. 6-ാം ശ്ലോകം കൂടി ഒന്ന് മനനം ചെയ്യണം, ഒന്ന് റിവിഷൻ ചെയ്യണം. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം അറിവുള്ളവന്റെ കാഴ്ചപ്പാടിൽ ആത്മാവാകുന്ന സത്യത്തിലുളവാകുന്നൊരു തോന്നൽ മാത്രമാണ് എന്ന്. അത് മരുമരീചിക പോലെ എന്ന് പറയുന്നുണ്ട്. അറിവില്ലാത്തവർക്ക് ഈ പ്രപഞ്ചം സത്യം തന്നെ എന്ന തോന്നലുളവാകുന്നു. അത് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം കൊച്ചുകുട്ടികൾ സത്യമെന്ന് കരുതുന്നത് പോലെ എന്ന് ഗുരു അസത്യ ദർശനത്തിൽ ഏകദേശം ഇതേ ആശയം തന്നെ 6-ാം ശ്ലോകത്തിൽ ഗുരു പറഞ്ഞു തന്നു. ആ കാര്യം തന്നെ കൂടുതൽ ലളിതമായിട്ട് സത്യമുറപ്പിക്കാൻ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഗുരു ഇവിടെ. 9-ാം ശ്ലോകത്തിലെ ലോകം അസത്യമാണ് എന്ന് വിവേകികൾ ശരിയായി അറിയുന്നു എന്നും അവിവേകികൾക്ക് മാത്രമാണ് ജഗത്ത് സത്യമായി തോന്നുന്നത് എന്നും ഗുരു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 9-ാം ശ്ലോകത്തിന്റെ അർത്ഥവിചിന്തനം ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.